സമ്മതമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വ്യക്തിപരമായ വാശിയും ആ സ്വഭാവത്തിൽ നിന്നും താഴേക്ക് സക്കായെ പോലെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം. സക്കായുടെ വീട്ടിലെ യോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. സക്കായുടെ വീട്ടിലെ യോഗം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കാം. അവിടെ സക്കായി പറയാണ്, എനിക്കൊരു സാക്ഷ്യം പറയണം. സ്വന്തം വീട്ടിൽ സാക്ഷ്യം പറയുന്നവനായി സ്തോത്രം. കോട്ടയക്കാരന് കൊടുങ്ങല്ലൂർ പറയാൻ നല്ല സുഖമാണ്. പക്ഷെ സക്കായി പറഞ്ഞു എന്റെ വീട്ടിൽ എനിക്ക് സാക്ഷ്യം പറയണം. പ്രീസറോ സക്കായി എഴുന്നേറ്റ് സാക്ഷ്യം പറയാണ് എന്ന് പറയുക മാത്രമല്ല, പുള്ളി പ്രവർത്തിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുന്നതും കൂടെ സാക്ഷ്യം. നിന്നോട് ഞാൻ 400 മേടിച്ചിട്ടുണ്ട്. 416 നിന്നോട് ഞാൻ 200 മേടിച്ചിട്ടുണ്ട്. 24,800 ഇങ്ങനെ കൊടുക്കുക. ഈ രംഗം യേശു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ രംഗം നോക്കി. ആ കോട്ടയം മീറ്റിംഗിൽ സക്കായി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു. യേശു ഇങ്ങനെ നോക്കിക്കൊടുക്കും. നമ്മളെങ്ങാണുമാണ് ആ സഭയുടെ മാസ്റ്റർ. നമ്മൾ പറയും സക്കായി സാക്ഷ്യം ചുരുക്കി പറഞ്ഞിട്ട് ഇരിക്കും. ചാരിറ്റബിൾ വർക്ക് നമുക്കിത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. തയ്യൽ മെഷീനോട്ട് 6 എന്തെങ്കിലും മേടിച്ച് പിന്നെ കൊടുക്കാം. ചുരുക്കി ഇരിക്കാൻ പറയും. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ അക്ഷരം വേണ്ടിയില്ല. യേശു സക്കായി ഇങ്ങനെ വാരി കൊടുക്കുക. യേശു വേണ്ടിയില്ല. യേശു ആ വീട്ടിൽ വന്നത് സക്കായിയുടെ ആദായത്തിന് വേണ്ടിയല്ല, സക്കായിയെ ആദായമാക്കാനാണ്. ആ വാക്കിന് അർത്ഥം മനസ്സിലായി. മലയാളത്തിൽ ആ പദം മനസ്സിലായി. എത്ര പേരുണ്ട്? സക്കായിയുടെ ആദായം കണ്ടുകൊണ്ടല്ല യേശു വ്യക്തി വന്നത്, സക്കായി എന്ന വ്യക്തിയെ ആദായമാക്കാനാണ്. സ്തോത്രം. എന്റെ കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പട്ടണത്തിൽ തന്റെ ശുശ്രൂഷയുടെ രീതി മാറ്റുന്ന കർത്താവാകിയ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. കഫർനഹൂമിൽ യേശു വന്നിരിക്കുന്നത് ഒരൊറ്റ ശതാധിപന്റെ ബാല്യക്കാരന് വേണ്ടിയിട്ടാ. എന്റെ ദൈവത്തിന് ആൾക്കൂട്ടം വേണ്ട, ശുശ്രൂഷ വെളിപ്പെടുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിലോ ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവന്റെ വീട്ടിൽ ചെല്ലുവാൻ യേശു തയ്യാറാണ്. ശതാധിപന്റെ മറുപടി, യേശുവേ എന്റെ വീട്ടിൽ നീ വരുവാൻ ഞാൻ യോഗ്യനല്ല. ആ നാട്ടിൽ ഏത് പ്രോഗ്രാം നടന്നാലും അതിന്റെ എല്ലാ സ്റ്റേജ് കാണുന്ന പുള്ളിയാണ് ഈ ശതാധിപൻ. വായനശാല ഉദ്ഘാടനമാണെങ്കിലും, സൊസൈറ്റി ആണെങ്കിലും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണെങ്കിലും, ഏത് പ്രോഗ്രാമിനും ഏത് പൊളിറ്റിക്കൽ യോഗം നടന്നാലും സ്റ്റേജ് കാണുന്ന ആളാണ് ഈ ശതാധിപൻ. വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയാ, കർത്താവേ എന്റെ വീട്ടിൽ നീ വരുവാൻ ഞാൻ യോഗ്യനല്ല. പുള്ളിയുടെ അയോഗ്യത പുള്ളിക്ക് മനസ്സിലായത് യേശുവിന്റെ അടുത്ത് നിന്നപ്പോഴാണ്. നമ്മളൊക്കെ യോഗ്യനാണോ യോഗ്യനല്ലേ തീരുമാനിക്കുന്നത്? ഈ നാട്ടിലെ മറ്റുള്ളവരല്ല, എന്റെ തമ്പുരാനെ തീരുമാനിക്കുന്നത്. മനസ്സിലായ നിങ്ങൾ ഞാൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകത്തിൽ ഏതെങ്കിലും പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ യേശുവിന്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ യോഗ്യനല്ല. യേശുവിന്റെ അടുത്ത് നിന്നപ്പോഴാണ് അയോഗ്യത മനസ്സിലായത്. ഇന്ന് രാത്രി യേശുവിനോട് അടുക്കാൻ അപ്പോഴും നിന്റെ അയോഗ്യത നിനക്ക് മനസ്സിലാകും. നീ യോഗ്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു നല്ല തമ്പുരാൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിനക്ക് ഇന്ന് രാത്രി നിന്റെ അയോഗ്യത മനസ്സിലാകും. ഏത് അയോഗ്യനെയും യോഗ്യനാക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശതാധിപൻ പറയാണ്, യേശുവേ നീ എന്റെ വീട്ടിൽ വരണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹൗ ബ്യൂട്ടിഫുൾ! ഇത്ര സുന്ദരമായിരിക്കുന്ന വാക്ക്. എവിടുന്നാ യേശു വരുന്നേ? നസറത്തിൽ ഇറക്കി വിട്ടതാ. നസറത്തുകാർ എന്താ പറഞ്ഞേ? നീ ഇവിടെ പ്രസംഗിക്കേണ്ടത്. ഇപ്പൊ കഫർനഹൂമുകാർ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് പ്രസംഗമൊന്നും വേണ്ട, ഒരൊറ്റ വാക്ക് മതി. പ്രസംഗം വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട നസറത്തിൽ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രിക്കാലം ശ്രദ്ധിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ട്? യേശു ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ ഭാവി സുരക്ഷിതമാകും. യേശു ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ രോഗം സൗഖ്യമാകും. യേശു ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ തലമുറയുടെ നന്മ ഇന്ന് രാത്രി തുടങ്ങുകയാ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ സഭയുടെ പണി ആരംഭിക്കുകയാ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ ജോലി ശരിയാകുകയാ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ വീട് ശരിയാകുകയാ. ഇന്ന് രാത്രി പറ, യേശുവേ ഒരു വാക്ക് പറയണം. അടുത്തിരിക്കുന്നവർ കേൾക്കട്ടെ. അത് ലജ്ജിക്കേണ്ടത് എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലജ്ജിക്കുന്ന എന്തെല്ലാം വാക്കുകളാ. എന്നാൽ ഇന്ന് രാത്രി പറ, ഒരു വാക്ക് എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, എന്റെ വീടിനോട്, എന്റെ മകനോട്, എന്റെ മകളോട്, എന്റെ കുടുംബത്തോട്, എന്റെ സഭയോട് ഒരു വാക്ക്. യേശുവേ ഒരു വാക്ക് പറയണം. രാത്രി ധൈര്യമായിട്ട് പറ, കുഞ്ഞിനെ പറ, വാക്കുകൾ പറ, ഒരു വാക്ക് പറയണത് യേശുവേ.
ഇന്ന് രാത്രി പരിശുദ്ധമായ സഹോദരിയോട് പറയുന്നു, നിന്റെ മകനോട് ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ പ്രിയ ആൺ പൈതലിനോട് ഇന്ന് രാത്രി അവൻ ഇവിടെയില്ല, അവൻ ദൂരെയാണ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ ദൈവം നിന്റെ മകൻ ആയിരിക്കുന്നിടത്ത് അവനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഭാവിയെ സംബന്ധിക്കുന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരോടും ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ജോലി വിഷയത്തിൽ അധികാരികളോട് ഇന്ന് രാത്രി അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഫയല ഇതാ തുറക്കുകയാ, അടങ്ങിയിരിക്കുന്ന ഫയല തുറക്കുകയാ. ഒപ്പിടാത്തതിന്റെ പേപ്പറുകളിൽ യേശു ഒപ്പിടുകയാ. സ്തോത്രം പറയാൻ മനസ്സുള്ളവർ, ആരാധിക്കാൻ മനസ്സുള്ളവർ, ഈ ദൂതയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഏറ്റെടുത്തോ. നിന്റെ പേപ്പർ നീങ്ങുകയാ. നിന്റെ ജോലി വിഷയത്തിന് അവൻ വാക്ക് പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ സമർപ്പിച്ചോ. അങ്ങനെ സംഭവിക്കും. നീ ഏറ്റെടുത്താൽ മതി. ഇത് പ്രവചന ശബ്ദമാ. നിന്റെ വിഷയത്തിന് ദൈവം സംസാരിക്കുന്നു. നിന്റെ ഹല്ലേലൂയ ഗ്രീൻ കാർഡ്, നിന്റെ ഹല്ലേലൂയ സിറ്റിസൺഷിപ്പ്, ആ പേപ്പറിലെ ഹല്ലേലൂയ കർത്താവ് വാക്ക് പറയുകയാ. അധികാരികളോട്, രാജാക്കന്മാരോട്, ഉന്നതന്മാരോട് പറയാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന ദൈവമീതരെ, നിന്റെ ഇന്റർവ്യൂ നടത്തുന്നവരോട് എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നീ ഒരുപാട് വാക്ക് പറയണ്ട. ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ ഈ രാത്രി? ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ ഈ രാത്രി? എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞ ലോകം 1000 വാക്ക് പറയുന്നതിനേക്കാൾ നിനക്ക് എനിക്കും വേണ്ടി രാഷ്ട്രീയക്കാരും ഇടനിലക്കാരും 10,000 വാക്ക് പറയുന്നതിനേക്കാൾ എന്റെ യേശു ഒറ്റ വാക്ക് പറയും. ആ ദൂത് ശക്തമായിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ചിലർക്ക് ദൂതേൽക്കാനുള്ള ദൈവാത്മ പറയുന്നു. ഇതിനകത്ത് ചിലരോട് ദൈവം ശക്തമായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. ചില ഭാരമേറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്തുണ്ട്. ആരെയും നോക്കാതെ വിശ്വാസത്താൽ ഇന്ന് രാത്രി ഈ ദൂതേൽക്കാൻ ഇനിയില്ലാത്ത മനസ്സുണ്ട്. ഞാൻ ആ ദൂതേലെടുക്കുന്നു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുന്ന യേശുണ്ട്. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇതിനകത്ത് സമർപ്പിക്കുക. അത് ദൈവപ്രവർത്തിയ ദൈവപ്രവർത്തിയ നിന്റെ അവസാനം ഒരാൾ തലയെ കൈവച്ച് കല്ലതിനോട് എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തിനോട് സംസാരിക്കുക. ദൈവത്തിന്റെ വചനമാണ് പ്രവചനം. ഇതിനേക്കാൾ വലിയ പ്രവചനമല്ല. ഇതാ പ്രവചനം. നിന്നോട് എന്റെ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ അധികാരമാണ്. പരിശുദ്ധ പറയുന്നു, എന്നോട് സംസാരിക്കുന്ന ദൈവം ഈ 2010 നിന്റെ രക്തബന്ധങ്ങൾ കാണേ, നിന്റെ നിരാശ മാറ്റി നിനക്ക് വേണ്ടി വാക്ക് പറയാൻ ഉറപ്പിച്ച കാര്യം സാധിപ്പിക്കുമെന്ന് യഹോവയുടെ ഉറപ്പാണ്. വിശ്വസിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മ സംസാരിക്കുക. നിന്റെ മരുന്നുകളൊക്കെ മാറ്റാൻ പോവുക. നീ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മാറാൻ പോവുക. അവനൊരു വാക്ക് കൽപ്പിക്കാൻ സൗഖ്യമാണ്. ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ വിട്ടുകൊടുക്കുക. രോഗികളായിട്ടുള്ളവരോട് ദൈവം പറയുന്നു, അവനൊരു വാക്ക് പറയാൻ സൗഖ്യമാകട്ടെ എന്ന് ഒറ്റ വാക്ക് യേശു പറഞ്ഞാൽ ഏത് മാറാരോഗം, ഡയബറ്റീസ് കൗണ്ടിങ് നോർമൽ ആകട്ടെ, ഗ്യാസ് കൗണ്ടിങ് നോർമൽ ആകട്ടെ, ബ്ലഡ് പ്രഷർ കൗണ്ടിങ് ഇന്ന് രാത്രി നോർമൽ ആകട്ടെ, രക്തത്തിനകത്തെ ഡീവിയേഷനുകൾ ഈ രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. ഓ ദുർമരണം അപ്രത്യക്ഷമാകട്ടെ. ആന്തരിക അവയവങ്ങൾ ഉടലിനോട് ആവാസത്തോട് പോരാടുന്ന രോഗങ്ങൾ യേശുവിന്റെ വാക്ക് ഇപ്പോൾ കൽപ്പിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുന്നു. Right now, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവൻ കൽപ്പിക്കുകയാ. He is commanding. Jesus commanding right now. വിശ്വസിക്കുക. ഇത് ദൈവവചനമാണ്. നമുക്ക് കർമ്മങ്ങളില്ല. വിശ്വസിക്കണം. ദൈവവചനം വിശ്വസിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് രാത്രി? എന്റെ ദൈവം പ്രവർത്തിക്കും. ഇവിടെ ഒരു VIP അല്ല, ജോൺസൺ അല്ല VIP, അല്ല VIP, സഭയല്ല പ്രശ്നം. യേശു വന്നിട്ടുണ്ട്, നസ്രായ വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് അത് കൽപ്പിക്കാൻ അധികാരമുള്ളവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത എന്റെ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. Jesus. Oh, Shanda Kaudarasi. Rigamana Shanda Kaudarasi. Amen. എന്റെ കർത്താവിന്റെ ശബ്ദം ഇന്ന് രാത്രി കേൾക്കണേ. ആമേൻ. ഹൃദയത്തിനുള്ളിലെ വേദനകൾ എറിയുന്ന ദൈവം അറിയാത്തതിലൂടെ 2010 ന്യൂ ലൈഫ് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കുന്നു.